നീ ഊത്, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇതിനേക്കാളും നീ മദ്യവെച്ചിട്ട് ഊതുന്നതാണ് ബെസ്റ്റ്. ജനിച്ചതിന് ശേഷം ഇതുവരെ കോൾഗേറ്റും പ്രശ്നം കണ്ടിട്ടില്ലേ? വെറ്റ തള്ള സൈക്കിളേ അവരെല്ലാം മുറ ഓടാ വല്ല ആറ്റിലെങ്ങനെ എടുത്ത് ചാവട ബാക്കിയുള്ളവന് പേരദോഷം ഉണ്ടാക്കാതെ. ചേട്ടന് എവിടെ പോകേണ്ടത് ഞാൻ അവിടെ കൊണ്ടാകാം. നീ എന്നെ എങ്ങോ കൊണ്ടുണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ട് എന്നെ ബാങ്ക് മാനേജർ ദിനേശന്റെ വീട്ടിൽ പോയി. പോയപ്പോ ബാങ്ക് മാനേജർ എന്നോട് ഒന്ന് പറഞ്ഞ്, ദിനേശാ പൊന്നോനെ നീ വിഷമിക്കണ്ട, നീ നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോ ബാങ്കിലോട്ട് വാ, ഞാൻ വായ്പ എടുത്തു തരാൻ. ആരെ വായ്പ എടുത്തു തരാന്ന്? എടാ വായിൽ പെടുക്കണ കേസല്ല, വായ്പ എടുത്തു തരാൻ. എന്തിന്? കുറച്ച് സ്വർണ്ണം എടുക്കണം. സ്വർണ്ണം എടുക്കാനാണെങ്കിൽ എനിക്ക് പരിചയത്തിലുള്ള 2-3 ജുവലറികൾ ഈ സിറ്റിയിലുണ്ട്. ചേട്ടന് ഏത് കടയിൽ സ്വർണ്ണം എടുക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ കുത്തി തുറക്കാൻ പറ്റണ ജോലി. മോഷണ പിന്നെ അല്ലാതെ അപ്പം പൈസ തരും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അഖില കേരള കറവ മത്സരം നടക്കുന്ന ദിവസമാണെന്ന്. പൊന്നുവിനെ നിങ്ങളെല്ലാം കാരണം കഴിഞ്ഞ വർഷം എനിക്കാണ് കറവ മത്സരത്തിൽ 1ാം സ്ഥാനം. ഇവിടെ വിദേശത്തു നിന്ന് ആൾക്കാർ വന്നു, പക്ഷെ കേരളത്തെ പ്രതികരിച്ച് ദിനേശൻ പോയി 1ാം സ്ഥാനം അമ്മ കിട്ടി. ഇവിടെ മത്സരം നമ്മൾ വെറുതെ വിടില്ല. ഇപ്രാവശ്യം ഫസ്റ്റ് വാങ്ങിക്കണം. ഇന്നാണ് കറവ മത്സരം എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നപ്പോഴേ ആറ്റിന്റെ കരയിൽ നിന്നുള്ള താമസം അങ്ങ് മാറിയോ? അവിടെ മാറി. നന്നായി. ഇത് പറയാനായിട്ട് ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോഴേ ആറ്റിന്റെ കര ഒരുമാതിരി പെണ്ണുങ്ങളുടെ കുളിയും നനയും ഒരു വൃത്തിയില്ല. പിന്നല്ലാതെ അതൊക്കെ പൊട്ടിപ്പോ എവിടെയാ താമസം? ഇപ്പൊ ആറ്റിന്റെ അരികത്തോട്ടാക്കി. അതെന്താ? പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. ഇറക്കി വെച്ചോടായിരുന്നു. ഇറക്കി വെച്ചാൽ നാട്ടുകാരല്ലേ ചുമന്ന് കരയെ കയറ്റി. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നീ വേറെ ഒരുപാട് അടിക്കണമെന്നാണെന്ന് തോന്നണം. വയറ്റില് ഭയങ്കര വേദന. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ പറയുന്ന വയറ്റ് ഭയങ്കര വേദനയാണ്. എന്റെ ചേട്ടൻ ഡോക്ടറാണെന്ന് ചേട്ടൻ അറിയാമോ? അപ്പൊ കുറച്ച് ചികിത്സയൊക്കെ എനിക്കറിയാന്നറിയാലോ. ചേട്ടൻ ഇവിടെയാണ് വേദന? അവിടെ അല്ല, ഇവിടെ. ഇവിടെ എന്റെ പൊന്നു ചേട്ടോ, നിങ്ങൾക്കൊരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. ചേട്ടന്റെ വൻകൂടലും ചെറുകൂടലും പിണഞ്ഞ് കിടക്കാണ്. പിണഞ്ഞ് അണ്ടറോറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് വൻകൂടല്ലെന്ന് വലിച്ചു ഊരാനുള്ള പരിപാടിയാണ്. എന്തുവാ അടക്ക പോട്ടെ. നിങ്ങൾ ആ കൊച്ചിനടുത്ത് കുളത്തിയിട്ടില്ലേ? അവിടെ പോലീസും പട്ടാളം കാത്തിക്കാൻ ഇപ്പൊ ചേട്ടനെ പൊക്കിക്കൊണ്ടുപോകും. പോലീസ് ആരെ കാത്തിരിക്കുന്ന നമ്മ അറിയാം. പൊന്നു മോനെ, നീ ആ സർളയുടെ വീട്ടിന്റെ പരിസരത്ത് 3-4 ദിവസം കൊണ്ട് കറങ്ങുന്ന അതെല്ലാം ഞാൻ ഫ്ലാഷ് ആക്കും. വെള്ളം ഒഴിച്ചിട്ട് അനാവശ്യം പറയില്ലേ? നീ ഇന്നലെ അവളെ വീട്ടില് കറങ്ങുന്ന ഞാൻ കണ്ടല്ലോടാ. ആ മനുഷ്യൻ നിങ്ങൾ പറയുന്ന ഈ സരളയുടെ വീട് എന്റെ വീടും തമ്മില് ഏകദേശം 25 കിലോമീറ്ററോളം വ്യത്യാസം അറിയാം. 25 കിലോമീറ്റർ വ്യത്യാസം. പൊന്നു മോനെ, 10,000 നല്ല നെല്ലുണ്ടെങ്കിലേ എലിയങ്ങ് മൂന്നാറിന്നും വരും. നീ അതുകൊണ്ട് വ്യത്യാസം പറഞ്ഞ് അമ്മക്കിട്ട് കിളക്കാൻ നോക്കണ്ട. നീ പോ. നാട്ടുകാർ പറയുന്നത് എന്താണെന്നറിയാം മനുഷ്യ? നിങ്ങൾ 24 മണിക്കൂർ കുടിച്ച് സൂചിച്ച് കിടക്കുന്ന നാട്ടുകാർ പറയും. ഇവിടെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, കുടിയന്മാരെല്ലാം കുടിച്ച് സൂചിച്ച് കിടക്കുന്നു. സത്യമല്ലേ? എന്തോ സത്യം? നിങ്ങൾ കുടിച്ചല്ലേ? അപ്പൊ നീ കുടിയന്മാരെല്ലാം നീ പരസ്യമായിട്ട് അവഹേളിച്ചില്ലടാ റാസ്കലേ. നീ അവിടെ നില്ല്. ഇനി ഉത്തരം പറഞ്ഞു പോയാൽ നിങ്ങൾ 24 വെള്ളം അടിച്ച് ഇവിടെ നാശമായിട്ട് വാള് വെച്ചിട്ട് നടക്കിയ മനുഷ്യൻ. നീ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഡോണ്ട് മൈൻഡ്. ഓക്കെ, ഞാൻ എന്റെ വൈറ്റ് റമ്മാണ്. ഇന്ന് സാധനം കിട്ടൂല, അതുകൊണ്ട് ഇന്നലെ കരസ്ഥമാക്കി. ഇത് കുടി. അയ്യോ ഞാൻ മതിയല്ല. നീ വലിയ കൊമ്പത്തെ വർത്താനം പറഞ്ഞല്ലോ. ഇവിടെ ദിനേശനും കുടിയന്മാരെല്ലാം കുടിച്ച് സുഖിച്ച് അടക്കുകയാണെന്ന്. അത് നീ അറിയണം. കുടിയടാ ചേട്ടാ. ഞാൻ കുടി ടേസ്റ്റ് ചെയ്താൽ മതി. കുടി കുടി കുടി. പിന്നെ കത്തിപ്പോയാ തന്നെ. എന്നിട്ട് ഇവിടെ എല്ലാരും പറയുന്നത് ദിനേശൻ കുടിച്ച് സുഖിച്ച് അടക്കുകയാണെന്ന്. എടാ, കഷ്ടപ്പെട്ടാണ് ഈ സാധനം തൊണ്ടക്കുഴിയിൽ നിന്ന് പുല്ല് താഴോട്ടിറങ്ങുന്നത്. പറയണവർക്ക് ഒരു ഗുരുവില്ല. കുടിച്ച് സൂചിച്ച് അടക്കുന്നു. ഇനി പറയില്ലല്ലേ? അനുഭവിച്ച മാന്യമായിട്ട് ഡീൽ ചെയ്തു. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല മനുഷ്യ. നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനല്ലേ നിങ്ങൾ? നാട്ടുകാരെ നിങ്ങൾ കേട്ടോളം, നല്ലൊരു ജോലി റെയിൽവേയിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഇയാൾക്ക് ഒരു അവാർഡ് കിട്ടി. എന്തിനാണ് അവാർഡ് കിട്ടിയെന്നറിയോ? ട്രാക്കിൽ കിടന്ന ട്രെയിനെ സ്റ്റാർട്ടാക്കി കുറെ ദൂരം ട്രാക്കിൽ കൂടെ ഓടിച്ചിട്ട് ആ ട്രെയിനെ ട്രാക്കിൽ നിന്ന് ഇറങ്ങി വാഴത്തോട്ടം വഴിയും മരച്ചിനികൾ വഴിയും റബ്ബർ തോട്ടം വഴി കൊണ്ടുവന്ന് വീണ്ടും ട്രാക്കിൽ കയറ്റി സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയാലാണ് അവാർഡ് കിട്ടിയത്. കിട്ടും. അതല്ലേടാ ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇതിന്റെ രഹസ്യം? നീ പുറത്താഴം പറയണ്ട. ഞാൻ ഈ 2 അടിച്ചോണ്ടേ ഈ ട്രെയിൻ ഓടിക്കാൻ പോകത്തുള്ളൂ. ഞാനിങ്ങനെ അടിച്ചിട്ട് ട്രാക്കിൽ കിടന്ന ട്രെയിൻ സ്റ്റാർട്ടാക്കി ഇങ്ങനെ ട്രാക്കിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോയപ്പോ പെട്ടെന്ന് എന്റെ മുമ്പ് ട്രാക്കിൽ ഒരുത്താൻ ചാകാനായിട്ട് തലയും വെച്ചുകൊണ്ട് കിടക്കുന്നു. ഞാൻ എന്ന് വൃത്തിയാണ് കാണിച്ചത്. ആ ട്രെയിനകത്ത് ഒരു 10,000 പേരെങ്കിലും കാണൂലേ? ചാവാൻ കിടക്കുന്ന ഇവന്റെ ജീവനാണ് വലുത്, അത് ട്രെയിനകത്ത് ഇരിക്കുന്ന 10,000 പേരെ ജീവനാണ് വലുത്? ചേട്ടൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാൻ അവന്റെ നെഞ്ചത്തോടെ കയറ്റിറക്കി പൊക്കിടായിരുന്നോ? എടാ, അതിനല്ലേ വന്നത്. അപ്പൊ അവൻ എന്നായിട്ട് ഓടിക്കളഞ്ഞെ. ഞാൻ അവന്റെ കൂടെ പോയി. അവൻ തെങ്ങുമ്പട വഴി ഓടി, അമ്മേനെ കൂടെ പോയി.
അവസാനം വാഴപ്പണയെ കൊണ്ടുവച്ച് പുല്ലിനെ കൊന്നിച്ച് കറക്റ്റ് സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി നിർത്തി. എനിക്കറിയാടാ 7000 ജീവനാണ് വലുതെന്ന്. പുല്ലിനെ കൊല്ലാൻ പറ്റാ പാട്. സവരല മുറ. നേരത്തെ പറഞ്ഞു ഇത് എന്റെ ഏരിയ, അവിടെ ഇറന്ന് വാ ഇറക്കേണ്ട കാര്യമില്ല. ഏത് കൂതറ വന്നാലും എന്നെ പരിചയപ്പെടുത്തണം. ഹൂ ഇസ് ദിസ് കൂതറാസ്? ചേട്ടാ മനസ്സിലായില്ലേ? ഇല്ല. ശിവൻ. നമ്മുടെ ശിവൻ. നമ്മുടെ ശിവൻ. എന്റെ പരമശിവനെ ഇപ്പൊ ഈ കോലത്തിലേക്ക് ആയാ? ആ കൂളിംഗ് ഗ്ലാസും ജുബയൊക്കെ ഇട്ട് പറഞ്ഞു. എനിക്ക് വയ്യ. എന്റെ അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിയെ മനസ്സിലായോ? ആരെ? ശിവന്റെ കൂടെ വന്ന പെൺകുട്ടിയെ മനസ്സിലായോ? പുള്ളിയുടെ കൂടെ അതെ. ഇങ്ങോട്ട് മാറിയില്ലേ? തല്ലിയെ? എടാ ശിവന്റെ കൂടെ പാർവതി അല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞമ്മ വന്നിരിക്കൂ. എനിക്ക് മനുഷ്യനെ ദൈവത്തെ കണ്ട തിരിച്ചറിഞ്ഞൂടെ? അയ്യോ അൽത്രി ശിവന്റെ സൗണ്ട് കേട്ടാ. ഓടാ. അല്ല പിന്നെ ദേഷ്യം വരൂല്ലേ? വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ തലയെ കയറണ റാസ്കല്. എന്റെ സ്വഭാവം എനിക്ക് അറിയില്ല. നിന്ന് അടിവാങ്ങിക്കണ പാർട്ടിയാണ് ഞാൻ. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങളോട് സംസാരിച്ചതാലേ എന്റെ ബസ് അങ്ങ് തെറ്റും. നീ ബസ് എവിടെ തെറ്റി കയറി പോണു? ഞാൻ പ്രൊഫസർ മുതുകാടിന്റെ വീട്ടിൽ മാജിക് പഠിക്കാൻ പോകുന്ന വഴിയാണ്. ഓ മുതാടെന്ന് പറഞ്ഞ എന്തുവാടാ? അമ്മക്ക് എന്തുവാ? ഞാൻ മാജിക് പഠിക്കാൻ പോകുന്ന പൊന്നുവിനെ മുതാർന്നല്ല. ഇവിടെ ദിനേശനാ നമ്പർ മെഡിസിൻ. അയ്യോ ചേട്ടാ മാജിക് അവതരിപ്പിക്കോ? ഇല്ല ചേട്ടയ്ക്ക് എന്നല്ലേ എനിക്ക് വേണ്ടി ഒരു മാജിക് അവതരിപ്പിക്കാവോ? പോടാ പോടാ പോടാ. ചേട്ടാ ഒരു മാജിക് അവതരിപ്പിക്കട്ടെ. വേറൊന്നുമല്ല, ഞാൻ സംഭവം ഒന്നും കൊണ്ടുവന്നില്ല. ഗുരുവായ ഞാനൊരു ഇത് വെച്ച് ഒരു മാജിക് അവതരിപ്പിക്കാം. പൊന്നുവിനെ സമ്മയിൽ പയ്യൻ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കാം. ഈ മാജിക് എന്ന് പറഞ്ഞാൽ അറിയുന്നുള്ളൊരു ഈസി, അറിയാൻ പറ്റാത്തൊരു ഭയങ്കര പാടാണ്. സംശയമില്ല. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കർച്ചീഫ്. മലയാളത്തിൽ പറയടാ. തുണി. പീറ തുണി. നീ ഉപയോഗിക്കുമ്പോ, ദിനേശ് ഉപയോഗിക്കുമ്പോ കർച്ചീഫ്. ഓക്കെ. അപ്പൊ മാജിക്കിലേക്ക് കിടക്കാൻ സംശയമില്ലോ? സംശയമില്ല. എന്താണ്? കർച്ചീഫ്. റെഡി റെഡി. ഓക്കെ. ഓക്കെ. അല്ല കുറച്ചുകൂടെ ഇങ്ങോട്ട് ഒന്നുകൂടെ കൈട്ട്. ഇപ്പൊ എന്തായി? കർച്ചീഫ്. താങ്ക് യു. മാജിക് ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും കാണിക്കണം. ഇവിടെ മാജിക് എന്ന് പറഞ്ഞാലേ അർത്ഥവത്തായിട്ടിരിക്കണം. എന്നാ അർത്ഥപൂർണ്ണമായിട്ട് ഇയാളൊരു മാജിക് കാണിച്ച്. അർത്ഥവത്തല്ലെങ്കിൽ ഇന്ന് ഇവിടെ കിടന്ന് അടികൊണ്ട് ചാവും നീ. താൻ ഈ ട്യൂബ് കണ്ടോ? ഈ ട്യൂബിനെ ഞാൻ പ്രപഞ്ചത്തിൽ വെച്ച് അപ്രത്യക്ഷമാക്കുന്നു. പോടാ പോടാ പോടാ. ഈ ട്യൂബ് കണ്ടുകൊണ്ട് എന്റെ ഏറ്റവും പുതിയ ഐറ്റത്തിലേക്ക് കിടക്കുകയാണ്. മറ്റൊന്നുമില്ല. സംശയമില്ല. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ട്യൂബ്. ദാ കേരളത്തിൽ ആദ്യമായിട്ട് കാണിക്കും ട്യൂബ് എസ്കേപ്പ് അഥവാ ടയർ എസ്കേപ്പ്. ദാ ഈ ട്യൂബിനകത്തൂടെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോവാ. താങ്ക് യു. അല്ലെങ്കിൽ അതിനകത്തൂടെ ഒരാൾക്കല്ലേ പോകാൻ പറ്റൂ. പക്ഷെ ഈ ട്യൂബിനകത്തൂടെ 2 പേര് കടന്നു പോയിട്ട് എങ്ങനെ രസോടും എന്നുള്ള ദിനേശൻ കാട്ടിത്തരും. അത് മാജിക്. അതിനുവേണ്ടി ഒരാളും കൂടെ വേണം. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒരാൾ കടന്നു വരാം. മോനെ നീ നിന്റെ പേരെന്താ? നീ ആവുമ്പോ ഇത്രയല്ലേ ഉള്ളു, കാര്യങ്ങൾ എളുപ്പത്തിൽ കഴിയും. വരൂല്ലേ? നീ അവിടെ കാർപ്പൊക്കെ വീശി അവിടെ ഇരുന്നു. കടന്നു വരൂ. നീ മതി. അയ്യോ എനിക്കറിഞ്ഞൂടാ. ഇല്ല നിനക്കല്ലേ കാണാൻ ആക്രാന്തം. മര്യാദക്ക് വീട്ടിൽ പോകാൻ നിന്ന് തന്നെ നിനക്കല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ പോണാണ്. എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും എടി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ശരി. ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ കയറിക്കോണം. നിനക്ക് റെഡി ഞാൻ പറയാം, അപ്പോഴേ വലിഞ്ഞ് കയറാവും. ശരി. ഇത് പിള്ളേര് കളി അല്ല. ശരി. റെഡി. പ്രിയമുള്ളവരെ, മാജിക് എന്ന് പറയുമ്പോ അറിയാന്നുള്ളൊരു കേസ്, അറിയാൻ പാടുന്നൊരു ഭയങ്കര പാടാണ്. റെഡി. ഈ ട്യൂബിനകത്തൂടെ ഇപ്പഴല്ലെന്ന് ഈശ്വരോ ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയുടെ? 2-3 കൈയായിട്ട് വന്നേണ്. ഇത് ഏത് ഭാഷയുടായത്? തൊണ്ടക്കുഴി ഇറുവിയെന്ന് തോന്നാൻ അനുഭവിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേ എന്ന്. ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാൻ നിന്റെ അമ്മ വീടാടായത്. എടാ റെഡി പറഞ്ഞിട്ടല്ലേ കയറാവുള്ള. നീ അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ്.
നീ ചുമ്മാ അല്ലടാ, ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ. എനിക്ക് ഊരണ്ട, അവിടെ ഇരുന്നോട്ട്. എടാ നില്ല, സമാനപ്പെടു. ഇപ്പൊ രസം എടുത്ത കുണിക്കാതെ അയച്ച് പോരാ അവിടുന്ന്. നിന്നെ ആദ്യം വിളിച്ചപ്പോ നിനക്ക് വരാൻ കുരു. നീ വന്നിരുന്നെങ്കിൽ എപ്പോഴാ ഇറങ്ങി പോവായിരുന്നു. എടാ നില്ല, നീ സമാനപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാണ്. ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയെന്ന്, അതുപോലെ ഒന്ന് ഇറങ്ങി പോയി നോക്കാണ്. എന്നെ കൊണ്ടേ പോകുള്ളൂ, ചുമ്മാ ഇല്ല അവിടെ. അങ്ങനെയല്ല, ഉള്ള പിടുത്തവും പോയി. നേരത്തെ എന്തോ പുല്ലിനെ വലിച്ചു കയറ്റാൻ തോന്നി. എടേ ഒന്ന് കുലിയപ്പോ ചേട്ടാ ഇവിടെ കയറി നിൽക്കാണോ? അവിടെ കറവ മത്സരം തുടങ്ങാറായി. ഇതെന്തോ കളി? എന്നെ കൂടെ കയറ്റു ഇതിനകത്ത്. ഇത് കളിയാ. പോരായ്ക്ക് ഒരുത്തം കയറിയതിന്റെ നീറ്റൽ തീർന്നില്ല. അതിന് മുമ്പ് അവനും കൂടെ ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് കയറി. പോരായ്ക്ക് ഇന്ന് ഊരിത്താടായിട്ട്. അറിയാവുന്നവർക്ക് ഈസിയാണെന്ന് നിനക്കറിയാൻ പാടില്ലാത്ത ഞാൻ ചെയ്യാൻ കലഞ്ഞ് കയറിയിട്ട് ഓടിപ്പോയി അവിടെ കറവ മത്സരം തുടങ്ങി. ഇന്ന് കറവ മത്സരം കഴിഞ്ഞിട്ട് പ്രൈസ് മാറ്റും. ഞാൻ ഇവിടെ വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് മത്സരത്തിൽ പങ്കെടുക്കാൻ കരുതി പലരും എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വാശിയേറിയ കറവ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഉഗാണ്ട വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ പ്രതികരിച്ച് നമ്മുടെ ദിനേശ് ചേട്ടൻ വാശിയേറിയ കറവ മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെഡി, സ്റ്റോപ്പ്. ആദ്യമായി ജർമ്മനി. എത്ര ലിറ്റർ കറന്നു? 100 liters. അയ്യോ പോരാ പോരാ, ദിനേശ് കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നു. താങ്കൾ തോറ്റിരിക്കുന്നു, പോയിക്കോളൂ. ഇറ്റലി. വരൂ. എത്ര ലിറ്റർ കറന്നു? 95 liters. പോരാ പോരാ, ദിനേശ് കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നു. താങ്കൾക്ക് പോകാം, താങ്കൾ അല്ല, അവിടെ എന്താ ഒരു ബഹളം? ചേട്ടാ, ചെറിയൊരു വിഷയമുണ്ട്. അതായത് പശുവിനെ കറന്നിട്ട് പാൽ അളക്കാൻ കൊണ്ടുപോയപ്പോ പശു വിരണ്ടോടി പാലെല്ലാം തട്ടിക്കമഴ്ത്തിയിരിക്കുകയാണ്. ഈ മത്സരം ഒന്നുകൂടി നടത്താൻ പറ്റുന്ന അവരുടെ ചോദ്യം. പറ്റില്ല. അങ്ങനെ ഈ ഭാഗ്യത്തിന് നമ്മുടെ ദിനേശേട്ടൻ മാത്രമേ പാൽ അളന്നു കഴിഞ്ഞിട്ടുള്ളൂ. പുള്ളി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കാല് തറ ഉറക്കുന്നില്ല. പ്ലീസ് ചെല്ലു. നമ്മുടെ കേരളത്തിന്റെ അഭിമാനം ദിനേശ് കടന്നു വരൂ. ഓക്കെ പ്രേക്ഷകർ, ആംശപൂർവ്വം കാത്തിരിക്കാണ്. എത്ര ലിറ്റർ കറന്നു? 1.5. ഒരുമാതിരി വൃത്തിയോട് പറയില്ല. വൃത്തിയുടെ യോമാർക്കെല്ലാം കാണിച്ചു കൂട്ടാൻ റാസ്കലെ. എടാ നീയൊക്കെ ബാക്കിയുള്ള എല്ലാ രാജ്യക്കാർക്കും കറക്കാനായിട്ട് നല്ല ഉഗ്രം പശുക്കളെയും കൊടുത്ത് എനിക്കൊരു മുട്ടൻ കാളയും കൊണ്ടു തന്നു. ഇത്രയും കറന്ന പോരാടാ റാസ്കലെ. InRoyal Freedom Freights, sponsored by InRoyal Global Furniture.